കാണാനും അവരുമായി സംവദിക്കാനുമുള്ള ഒരവസരമാണ് ആദ്യമായി നമുക്കിവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരോടും ക്ലാസുകൾ സന്ദർശിക്കാൻ വേണ്ടി വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ്.
നികര ലോകങ്ങൾക്കു വേഗനാകും അഖിലേശ്വരനല്ലയോ സകല ശ്രുതിയോ അഖിലേശ്വരനല്ലയോ സകല ശ്രുതിയോ പരമകാരുണ്യവ കരുണാനിധിയെ വിധി പറയും ദിവസത്തെ മേഘാനിവനെ നിയതമായാതിപ്പു ഞങ്ങളെ മേ മാത്രം സകതും സഹായം തീർത്ഥനും തിരുമ്പെത്തി നിന്നരുണാട്ടമായുദ്ധൻ മകത്തി അങ്ങയായി കോപിക്കപ്പെട്ടവയല്ല ദാസിന്റെ ശാനിയ വാരുന്നോരീശ തിരുനാമത്തിൽ സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. നടന്നു വരുന്ന പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ മൈത്രി സ്പെഷ്യൽ സ്കൂൾ. രണ്ടാമത്തേത് അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ. മർഹൂം VNK ഹാജി അദ്ദേഹത്തിൻ്റെ മർഹമത്തും മഗ്ഫിറത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥലവും അദ്ദേഹത്തിൻ്റെ പുരയിടവും നമുക്ക് മിതമായ വിലക്ക് നൽകുകയും അവിടെ നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. കടവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ പ്രവർത്തകർ സർവേ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാപനം പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാധാരണ പൗരന്മാരിലേക്ക് അവരുടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നാം അന്ന് ആ സ്ഥാപനം സ്ഥാപിക്കുകയുണ്ടായി. നാം അന്ന് തുടങ്ങുമ്പോൾ വിരലെണ്ണാവുന്ന കുറച്ച് കുട്ടികളെയും കൊണ്ടായിരുന്നു അന്ന് നാം സ്ഥാപനം ആരംഭിച്ചത്. വർഷം കഴിയുന്നവരും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വർദ്ധിക്കുകയും നമ്മുടെ സ്ഥാപനങ്ങൾ പുതിയ രൂപത്തിൽ മനോഹരമായ 3 നിലകളുള്ള ഒരു ബിൽഡിംഗ് നാം ഈ കാണുന്ന ബിൽഡിംഗ് സ്ഥാപിക്കാനും സാധിക്കും. അതിൽ പല ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോളജി, വൊക്കേഷണൽ യൂണിറ്റ്, അതുപോലെയുള്ള ഫിസിയോതെറാപ്പി മുതലായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് പരമാവധി നമുക്ക് സഹായം നൽകുക നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാർ, കടവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവർത്തകന്മാർ പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിൽ അവർക്ക് കഴിയാവുന്ന എല്ലാ രൂപത്തിലും സഹായം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് തീരെ സാമ്പത്തികമായി ഒരു സഹായം ലഭിക്കാത്ത ഒരു സന്ദർഭമായിരുന്നു. കാരണം പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും നമ്മുടെ ഈ സ്ഥാപനത്തോട് താല്പര്യവും സ്നേഹവുമുള്ള പ്രവർത്തകർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി നമ്മളെ സഹായിക്കുകയുണ്ടായി. അവരെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്കൂളിൻ്റെ ഇന്നത്തെ ഈ ഗൾഫ് പ്രവാസി സംഗമം ഇത് ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടായത് നമ്മൾക്കിങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ VNK ഇവിടെ ചെറിയൊരു വീടും
അതുപോലെ തന്നെ കുറഞ്ഞ ഒരു സ്ഥലവും. ഇങ്ങനെ ഒരു ആലോചന ആദ്യമായി നാം നടത്തിയപ്പോൾ എനിക്ക് അഹമ്മദ് മദീനിയും ഞാനും VNKയുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ VNKയുടെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇതൊക്കെ നടത്താൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും ഞങ്ങൾ നടത്തും, അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥലം സൗജന്യമായി നമ്മൾക്ക് തരണമെന്ന് ആദ്യം നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷെ എന്നാലും വളരെ കുറഞ്ഞ ഒരു വിലക്കാണ് അദ്ദേഹം ഈ സ്ഥലം നമ്മൾക്ക് തന്നത്. അന്ന് കേവലം 33 കുട്ടികളെയും കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇന്ന് 150ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ട്. ആദ്യം നമ്മൾ ഈ കടവത്തൂരും പരിസരവും, അതായത് കുന്നൂത്തുറവ് പഞ്ചായത്ത്, അതുപോലെ തന്നെ തൃപ്പങ്കണ്ടൂർ പഞ്ചായത്ത്, പാനൂർ പഞ്ചായത്ത്, പെരിങ്ങളം പഞ്ചായത്ത്, കരിയാട് പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിലെല്ലാം പോയി ഒരു സർവേ നടത്തുകയും അങ്ങനെ ഏകദേശം 300-ൽ പരം ഭിന്നശേഷിയുള്ള കുട്ടികൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഈ സ്ഥലപരിമിതിയും ഇതൊക്കെ കണക്കിലെടുത്ത് മുഴുവൻ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടുണ്ടാണ്. അങ്ങനെയാണ് 33 കുട്ടികളുമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് ഈ പരിസരത്ത് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള് തലശ്ശേരി ഡോക്ടർ മോഹൻദാസ് നടത്തുന്ന ഒരു സ്ഥാപനം എന്നാണ് എൻ്റെ ഓർമ്മ. വേറെ ഒരു സ്ഥാപനവും ഈ പരിസരത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായിരുന്നു ഇത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെയുള്ള മക്കളുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ കുട്ടികൾ അവർക്ക് നൽകുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തുടക്കത്തെ പറ്റി ഇതിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ സുല്ലമിയും സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇബ്രാഹിം ഹാജിയുടെ സൂചിപ്പിച്ചു. അന്നത്തെ കാലത്ത് ഒരു വലിയ സംഖ്യയായിരുന്നു അത്. ഈ 33 ലക്ഷം രൂപക്ക് ഇത് ഈ പുരയിടം നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ, പക്ഷെ ഞങ്ങള് ഇതിന്റെ പ്രവർത്തകര് അന്ന് ഏറ്റവും കൂടുതൽ ആലോചിച്ചത് ഈ സ്ഥാപനം കൊണ്ട് ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ, തുല്യതയില്ലാത്ത വളരെ മഹത്തായ ഒരു സ്ഥാപനം ഇതിൽ ആരംഭിക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഇതിന്റെ സംഘാടകരുടെ ഒക്കെ വലിയ ആഗ്രഹം. അങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് ഈ നമ്മുടെ നിങ്ങളൊക്കെ കണ്ടല്ലോ, നമ്മുടെ കരളലിയിക്കുന്ന ഈ മക്കളുടെ ഒരു സ്ഥാപനം അവരെ നെഞ്ചോട് ചേർത്ത് നമ്മളിവിടെ സ്ഥാപിച്ചു. ഇവിടെ സൂചിപ്പിച്ചു, പെട്ടെന്നൊരു പരസ്യം നൽകിയിട്ടല്ല ഈ കുട്ടികളെ അന്ന് ഇവിടെ ചേർത്തത്. മറിച്ച് തൃപ്പങ്ങട്ടൂര്, പാനൂര്, കുന്നോത്തുപറമ്പ്, അതുപോലെ തന്നെ ചെക്കിയാട്, നാദാപുരം, തൂണേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഓരോ ഊടുവഴികളിലും ഇതിന്റെ സ്ത്രീ വളണ്ടിയേഴ്സ് സഞ്ചരിച്ച് പഠനം നടത്തി ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ടാണ് ഈ സ്ഥാപനം പഠിക്കുന്നത്. ഇന്ന് രാവിലെ മൈത്രി സ്പെഷ്യൽ സ്കൂൾ 2005 സ്ഥാപിതമായതാണ് നമ്മുടെ ഈ വിദ്യാലയം. സ്ഥാപിതമായ സമയത്ത് ഏതാണ്ട് 23 കുട്ടികളോടും കൂടിയാണ് നമ്മുടെ ഈ വിദ്യാലയം അന്ന് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് വിദ്യാലയത്തിന്റെ അഡ്മിഷൻ റോൾ പ്രകാരം നമ്മുടെ വിദ്യാലയത്തിൽ 122ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സേവനങ്ങൾ
മൈത്രിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കിഷ്ടം കുട്ടികളെ കൊണ്ട് പറക്കാനാണ്. കുട്ടികളെയും കൊണ്ട് 4 ചുമരിന്റെ ഉള്ളിൽ ഇരുത്തേണ്ടവരല്ല, അല്ലെങ്കിൽ ഇരിക്കപ്പെടേണ്ടവരല്ല നമ്മുടെ മക്കൾ. നമ്മളെപ്പോലെ നമ്മൾ കാഴ്ചകൾ കാണുന്നു, അതുപോലെ നമ്മുടെ കുട്ടികളും പറന്ന് കാഴ്ചകൾ കാണണം. കാഴ്ചകളിലൂടെ, അനുഭവങ്ങളിലൂടെ അവര് പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അനുഭവമാണ് അവരുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മൈത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സെൻസറി എഡ്യൂക്കേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവരും സ്പെഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്, അതുപോലെ സ്പെഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ്. അതുപോലെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് അക്കാദമിക് നിലവാരത്തോടൊപ്പം തന്നെ അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2015 ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഒരു ആകാശയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു അന്ന്. അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ വസതിയിലേക്കാണ് ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് കുട്ടികൾക്ക് വിമാനത്തിൽ പറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ കുട്ടികൾക്ക് കടലിൽ പോകണമെന്നായി അടുത്ത ആഗ്രഹം. അപ്പൊ അവരുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് കപ്പൽ യാത്ര സംഘടിപ്പിച്ചു. അതിനുശേഷം അവർക്ക് കാടുകൾ കാണാനുള്ള ഒരു ആഗ്രഹം. പാലക്കാടിന്റെ കാടുകൾ തേടിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു യാത്ര നടന്നു. വിദ്യാർത്ഥികളെ, മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവാസി സംഗമമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ എല്ലാ പുരോഗമനത്തിനും പ്രവാസികളുടെ സഹായം നിർബന്ധവുമാണ്, ആവശ്യവുമാണ്. ഏകദേശം ഒരു 30-40 വർഷത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ പ്രവാസികളുടെ, അതായത് ഗൾഫ് പണം ഇറങ്ങാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും നമ്മുടെ നാടിലോ നമ്മുടെ നാടും പരിസരത്തൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രസ്റ്റിന്റെ കീഴിൽ ഉണ്ടായിരുന്നില്ല. ട്രസ്റ്റിന്റെ കീഴിൽ വരുന്നത്, അതായത് ഒരു കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് ഗൾഫ് പണം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പിന്നെ ഒരു കാര്യം, ഈ മൈത്രി സ്കൂള് എല്ലാ സ്കൂളുകളും വളർച്ചയിലേക്ക് വേണ്ടി, അതായത് കുട്ടികളെ അടുത്ത വർഷം കൂട്ടാനും വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഈ സ്കൂളിനെ സംബന്ധിച്ചോളം കുട്ടികളെ കുറക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം. കാരണം മുറികളൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത സങ്കടമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഈ കടത്തൂരിൻ്റെ ഒക്കെ വളർച്ച തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾ തന്നെയാണ്. ഈ നാടൊന്നും ഒരിക്കലും നശിച്ചു പോവുകയില്ല ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ കാലത്തോളം. അതുകൊണ്ട് ഇതിൽ സഹായിച്ച എല്ലാ പ്രവാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, ബഹുമാന്യരായ സദസ്യര്, പ്രസംഗത്തിന് തീരെ പ്രസക്തിയില്ലാത്ത ഒരു വേദിയാണിത് എന്നറിയാം. അതുകൊണ്ട് കൂടുതൽ ദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രവാസി സംഗമത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തിലെ മുഴുവൻ ക്ലാസ് റൂമിലും AC സ്ഥാപിക്കാൻ ഇൻഷാ അല്ലാഹ് ദുബൈ ചാപ്റ്റർ, മൈത്രി സ്കൂൾ ദുബൈ ചാപ്റ്റർ സന്നദ്ധമാണ് എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ MECയുടെ പ്രസിഡന്റ് പൊട്ടങ്കണ്ടി ഷരീഫ്, ഉദ്ഘാടകൻ ബഹുമാന്യനായ ഇബ്രാഹിം ഹാജി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ പ്രിയപ്പെട്ട മൊയ്തു സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസംഗത്തിന് ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു വേദിയിലാണ് ഞാനുള്ളത് എന്ന് നല്ല ബോധ്യമുണ്ട്. മൈത്രി സ്പെഷ്യൽ സ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളും എൻ്റെ മുന്നിലിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ
അകമഴിഞ്ഞ സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പരിണിതിയായി ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന കാര്യം. ഇവിടെ പ്രായം കൊണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ അവരൊരു സ്വയം തൊഴിൽ പരിശീലന രംഗത്തേക്ക് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മൈത്രി സ്കിൽ സ്റ്റുഡിയോയുടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 27-ാം തീയതി രാവിലെ 10 മണിക്ക് ഇവിടെ വെച്ച് നടക്കുകയാണ്. അതിൽ നിങ്ങളുടെയൊക്കെ സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ ഇവിടെ മൊയ്തു സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് സുഖമായി ഇരുന്ന് പഠിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ AC ഫിറ്റാക്കുന്നതോടൊപ്പം അതിൽ ചെറിയൊരു അപേക്ഷ കൂടി ഞാൻ പറയുന്നു. ഒരു സോളാർ സിസ്റ്റവും കൂടി വരണം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കളക്ട് ചെയ്യുന്ന പൈസ ഈ കറണ്ട് ബില്ല് അടക്കം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് അതും കൂടി പരിഗണിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നാട്ടുകാരെ, എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു മനുഷ്യന് 3 ആൾക്കാരെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? അപ്പോൾ ഒരാൾ പറയാ, ഞാൻ ഈ കല്ലുകളൊക്കെ അടുക്കി വെക്കുകയാണ്. മറ്റൊരാൾ പറയാ, ഞാൻ ഈ കല്ലുകളൊക്കെ എടുത്ത് ഒരു ബിൽഡിംഗ് ആക്കി കൊണ്ടുവരാന്ന്. അപ്പൊ മൂന്നാമത്തെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ അടുത്ത ഒരു ജന്മത്തിന്, അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാണ്. ഐ ആം മേക്കിംഗ് ദ ഡ്രീംസ് ഓഫ് ദ യങ്സ്റ്റേഴ്സ് ഓർ ദ ഡിസേബിൾസ്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്തുള്ളതാണ് ഈ മൈത്രി സ്കൂള്. മാറൂഫ് ക 1-2 പ്രാവശ്യമൊക്കെ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഉള്ളിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ വെക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരുപാട് നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പ്രവാസികളൊക്കെ ആയാലും ഒരുപാട് മറ്റുള്ള തണൽ പോലത്തെ മറ്റുള്ള ഒരുപാട് സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലുമുള്ള പ്രിയപ്പെട്ട ഇതിൻ്റെ നട്ടല്ലായ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഈ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അരികവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കരുത്ത് നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ക്ഷണിച്ചു വരുത്തിയുള്ള ഒരു സംഗമമാണ്. തീർച്ചയായും പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരാണ് ഇതിന് താങ്ങും തണലുമായി നിൽക്കുന്നത്. ഇവിടെ 20 വർഷം മുമ്പ് ഇത്തരം ഒരു ആലോചന നടത്തുകയും വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഇന്നത്തെ ഈ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹജീവി സ്നേഹത്തിന്റെ നല്ലൊരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2005 ആരംഭിച്ച മൈത്രി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള നന്മയാർന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ അനന്തരഫലമെന്നോണം മൈത്രി സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിതമാകുകയും 2 ദശകം പിന്നിടുകയും ചെയ്യുന്ന സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. 2026 എത്തുമ്പോൾ ഏതൊരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന കാലയളവിലെ നിർണായകമായ വർഷങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സംരംഭത്തിൻ്റെ പേര് തന്നെ ഈ കാലത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയാൻ കഴിയുന്നതാണ്. മൈത്രി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് വലനബുലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ പറഞ്ഞ ആയത്തുണ്ട്. ആയത്ത് അവസാനിപ്പിക്കുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ. ഈ ബശ്ശിരിസ് സ്വാബിരീൻ എന്ന് പറയുന്നത്
പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. ആ ഗണത്തിൽ ആരൊക്കെ പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ ഈ കാണുന്നത് ഇവിടെയാണ്, ഈ അന്തരീക്ഷത്തിലാണ്. നമുക്കറിയാം, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. അതുകൂടാതെ ഇവിടെയുള്ള ഒരുപാട് ആളുകളും രക്ഷിതാക്കളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മെക്കാൾ കൂടുതൽ രക്ഷിതാവ് എന്നുള്ള ദൗത്യം നിർവഹിക്കുന്ന ഇവിടെയുള്ള ടീച്ചേഴ്സിനെയും അവരുടെ അറ്റൻഡേഴ്സിനെയും ഇവിടുത്തെ തെറാപ്പിസ്റ്റിനെയും ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കളായി കാണുന്നത്. അവർക്ക് ഞാൻ ആദ്യമായി എൻ്റെ ഹാർദവമായ നന്ദിയും എൻ്റെ ആ സ്നേഹാശംസകളും അറിയിക്കുകയാണ്. നമ്മളെ ഏത് കുട്ടികളെയാണോ ഇവിടത്തേക്ക് പറഞ്ഞയക്കുന്നത്, ആ കുട്ടികളെ സ്വന്തം വീട്ടിൽ രക്ഷിതാക്കൾ എങ്ങനെയാണോ അവരെ നോക്കി നടത്തുന്നത്, ആ ദൗത്യം വളരെ മനോഹരമായി നിർവഹിക്കുന്ന നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ രക്ഷിതാക്കൾ. രണ്ടാമത്തത് ഇവിടുത്തെ കുട്ടികൾ. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി കുറഞ്ഞ പരിപാടികൾ മാത്രമുണ്ട്. കാരണം ആ പരിപാടി ഇവിടെ നടത്താൻ കാരണം നമ്മുടെ ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന ശേഷം ഭിന്നശേഷികളായ നമ്മുടെ പിഞ്ചു മക്കള് എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഒരു ലളിതമായ മാർഗമാണ് നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ കൊച്ചു കലാപരിപാടി. അത് മാത്രമല്ല, പ്രിയപ്പെട്ട പ്രവാസികളെ ഞങ്ങളിവിടെ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം ഇതൊരു ഔപചാരിക ചടങ്ങ് മാത്രമാണ്. ഇതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നടക്കുന്ന അക്കാഡമിക പ്രവർത്തനങ്ങൾ, മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഇവിടെ അക്കമഡേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ നേരിൽ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ ഈ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞാലും എല്ലാ ക്ലാസ്സുകളും കുട്ടികളെ നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കൂടി ഉപയോഗപ്പെടുത്തി മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകൂ.
വമ്പുറ്റ ഹംസ റളിയല്ല ചാടി തമ്പി അസ്വദിൽ മാറിടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരിടാ ഷഫീഉൽ കാവൽ വെച്ചുള്ള നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ ഭീരുവെന്ന
ഓരോ പ്രവാസികൾ ഉൾപ്പെടെ സാമ്പത്തികമായി വിവിധ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്ന ആളുകൾ പോലും അവരുടെ ഏറ്റവും വലിയ സേവന മേഖലയായി ഇത് തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലായിടങ്ങളിലും നടന്നു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കലാപകലുഷിതമായ യുദ്ധ സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രവാസ ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്തരം സംരംഭങ്ങൾ തീർച്ചയായും നിലച്ചു പോകുമെന്നുള്ളത് നമ്മൾ എല്ലാവരും എല്ലാ സമയവും ഓർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അവർക്ക് വേണ്ടി ഉണ്ടാകാറുണ്ട്. അത് ഇനിയും തുടരുന്നതാണ്. പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ഒരു ആയുധമായി നമുക്കുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും അകമയിൽ പ്രാർത്ഥിക്കണമെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഗൾഫ് പ്രവാസി സംഗമത്തിന്റെ ഔപചാരിക നന്ദി കർമ്മം നിർവഹിക്കുന്നതാണ് എന്റെ ബാധ്യത. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച സ്വാഗതമരുളിയ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആർ അബ്ദുൽ ഖാദർ സുല്ലമി അവർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഈ സംരംഭത്തിന്റെ പ്രസിഡന്റ് കൊട്ടങ്കണ്ടി ശരീഫ് അവർക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയായ പി കെ ഇബ്രാഹിം ഹാജി അവർക്കും അതേപോലെ മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ കീഴിൽ ആരംഭിക്കാൻ പോകുന്ന മൈത്രി സ്കിൽ സ്റ്റുഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ഇവിടെ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ 18 വയസ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റിന്റെ ഗ്രാന്റുകൾ ഉൾപ്പെടെ തടയപ്പെടുകയും അവരെ മറ്റൊരു മേഖലയിലേക്ക് നാം പുനരുദ്ധരിപ്പിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് മൈത്രി സ്കിൽ സ്റ്റുഡിയോ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതേ സ്ഥലത്ത് വെച്ച് ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് സാന്ദർഭികമായി എല്ലാ ആളുകളെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആ പരിപാടിയെക്കുറിച്ച് സംരംഭത്തെക്കുറിച്ച് നമ്മുടെ ഈ പ്രവാസി സംഘത്തിൽ വിശദീകരണം നടത്തിയ എൻ.കെ. അഹമ്മദ് മദനി അവർക്കും നമ്മുടെ ആരോഗ്യ ടീച്ചർ അതേപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ വാർഡ് മെമ്പർ സമദ് വർക്കൽ, കാട്ടൂർ മഹമ്മദ്, പൊയിൽ അബ്ദുല്ല, വി ഗോയിദ് സാഹിബ്, പൂന്തോട്ടത്തിൽ മഹമ്മദ്, CH അയ്യൂബ് തുടങ്ങിയ വിശിഷ്ടാതിഥികൾക്കും ഈ പരിപാടിക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.